ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാൻ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 90 ക്വാണ്ടിറ്റി 59,700 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്ത്. ഇപ്പോൾ ചെറുതായിട്ട് ഒരു നെഗറ്റീവ് കാണിക്കുന്നുണ്ട്. 90 ക്വാണ്ടിറ്റി 1045 നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് ഇവിടുന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മളുടെ ഒരു പ്രോപ്പർ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് ട്രേഡ് എടുത്തത്. ഏതായാലും ഈ ഒരു ട്രേഡ് ഞാൻ റൈഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം സാധാരണ നമ്മൾ വയ്ക്കുന്ന പോലത്തെ ഒരു ടാർഗറ്റിലോ സ്റ്റോപ്പ് ലോസ് ഫിക്സ്ഡ് ആയിരിക്കും. നമ്മളൊരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് മീൻസ് ഒരു പ്രീമിയം വൈസ് ആകുമ്പോഴത്തേക്ക് ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ ടാർഗറ്റിനെ നമുക്ക് റൈഡ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സാധാ വയ്ക്കുന്ന പോലത്തെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് അല്ലാതെ നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് റൈഡ് ചെയ്ത് ഒരു ഓൾമോസ്റ്റ് ഒരു 9,000 10,000 അടുപ്പിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്നാണ് ഞാനിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളുടെ എൻട്രിയാണ് നമ്മൾ ഈ ബ്ലൂ ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ എൻട്രി പോയിൻ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നമ്മൾ സാധാ ബുക്ക് ചെയ്യുന്നതിനേക്കാളിൽ ഒരു ഡബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഡേ ഹൈയിൽ നമ്മളുടെ ടാർഗറ്റിനെ ബുക്ക് ചെയ്യാം. കാരണം ഡേ ഹൈയെ ബ്രേക്ക് ചെയ്യാം, മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം മുകളിലോട്ട് നല്ലൊരു മൊമെൻറ്റം കിട്ടും എന്ന് വിചാരിച്ച് ഒരുപാട് പേര് ട്രേഡ് എടുക്കാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ഉള്ളവരെ ട്രാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ട്രേഡിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ നമ്മൾ സാധാ വയ്ക്കുന്ന പോലത്തെ ആണെങ്കിൽ ഈ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് 100 പോയിൻറ്റ്സ്. ഇത് പ്രീമിയം വൈസ് ആണ് ഈ പറയുന്നത്, സ്പോട്ട് വൈസ് അല്ല. ഇത് പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്, 5 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ്. സോ പ്രീമിയം വൈസ് നമ്മൾ സാധാരണ വയ്ക്കാറുള്ളത് ഈ ഒരു റേഞ്ചിലാണ്, 100 പോയിൻറ്റ്സിൻ്റെ ഒരു ബുക്കിങ്ങിനാണെങ്കിൽ. പക്ഷേ നമ്മൾ ഇത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെറും 50 പോയിൻറ്റ്സിൻ്റെ ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും പ്രീമിയം വൈസ് ജസ്റ്റ് ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈഡ് ചെയ്യും. നെക്സ്റ്റ് സ്വിങ് ഹൈ ആ ഒരു റെഡ് ക്യാൻഡിൽ 1 2 3 മൂന്നാമത്തെ റെഡ് ക്യാൻഡിൽ കണ്ടില്ല, അതിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്ത് മേളിലേക്ക് വയ്ക്കാം. കാരണം അത്രയും പോയതിന് ശേഷം എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം മേളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടുന്ന് ചിലപ്പോൾ റിട്രേസ് ചെയ്ത് നമ്മളുടെ പോലെയുള്ളവരുടെ വീക്കായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നവരുടെ അല്ലെങ്കിൽ ചെറിയ റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആവാനുള്ളൊരു സാധ്യത പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അത്രയും വലിയൊരു മൊമെൻറ്റം കിട്ടിയതിന് ശേഷം മാത്രം നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമ്മളുടെ ആക്ച്വൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 50 പോയിൻറ്റ്സ് ആണ്. 50 എന്ന് പറയുമ്പോൾ സ്പോട്ട് വൈസ് 50, പ്രീമിയം വൈസ് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു 25 പോയിൻറ്റ്സിൻ്റെ ചെറിയ സാധാ സ്റ്റോപ്പ് ലോസ് നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെയാണ്. ടാർഗറ്റ് മാത്രമാണ് നമ്മൾ റൈഡ് ചെയ്യാൻ നോക്കുന്നത്. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ, സാധാരണ നമ്മളൊരു 150 പോയിൻറ്റ്സിൻ്റെ ആണ് പ്രീമിയം വൈസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. ഇതിപ്പോൾ ഒരു അതിൻ്റെ ഒരു ഡബിൾ എന്നുള്ള രീതിയിൽ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ് നമ്മൾ റൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്ന, മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നമുക്ക് ഫേവറായിട്ട് നല്ലൊരു മൊമെൻറ്റം കിട്ടുന്നുണ്ട്. ഒരു 3,000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്യാം. ടാർഗറ്റിനെ ഞാനിപ്പോൾ പ്ലേസ് ചെയ്യുന്നില്ല. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 1020 1021, ട്രിഗർ വന്നിട്ട് 1021 ഇപ്പോൾ ഒരു നമ്മളുടെ ഒരു യൂഷ്വൽ ടാർഗറ്റ് ഏരിയ എത്തുന്നുണ്ട്. 3,000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് നമ്മളുടെ ഒരു പ്രീവിയസ് സ്വിങ് ഹൈയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കോസ്റ്റിലേക്ക് കൊണ്ടുവയ്ക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്, എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് അപ്സൈഡ് മൊമെൻറ്റം വരും എന്നാണ് തോന്നുന്നത്. ഇവിടെ വോളിയം കൂടെ നോക്കിക്കഴിഞ്ഞാൽ വോളിയവും അത്യാവശ്യം നല്ലൊരു വോളിയത്തിലാണ്. ഈ ഒരു ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിലാണെങ്കിൽ കൂടി അത്യാവശ്യം നല്ലൊരു വോളിയം അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ
വോളിയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. സോ നമ്മളുടെ ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു നിഗമനം ശരിയാണെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ചെറിയൊരു റിജക്ഷൻ കാണിച്ച് നമ്മളുടെ പ്രോഫിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ്, നോക്കിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, നമ്മുടെ ഒരു റെഗുലർ ടാർഗറ്റ് ഏരിയ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് മാനുവലി എക്സിറ്റ് ചെയ്യാമെന്നാണ്. ഞാനിവിടെ നമ്മളുടെ ട്രേഡിനെ ഒന്ന് റൈഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഫിറ്റിനെ ഒന്ന് റൈഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു നല്ലൊരു മൊമെൻറ്റം അപ്സൈഡ് ഉണ്ടാവാൻ പാടാന്ന് തോന്നുന്നു. സോ ഞാൻ മാർക്കറ്റ് ഓർഡറിൽ ഇവിടെ എക്സിറ്റ് ചെയ്തേക്കുവാണ്. നമ്മൾ ഓക്കെ, ഓവറോൾ ഒരു 4000+ ഒരു പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ്. ജസ്റ്റ് റൈഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഒരു മേളിലേക്ക് പോകുമെന്ന്. താങ്ക് യു.